ഹലോ, ഗുഡ് മോർണിംഗ്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന തേർഡ് ചാപ്റ്ററിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MSMEs. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് പോയിൻറ്റ്, they are highly localized industries. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് മിക്കവാറും ഹൈലി ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കും. ഹൈലി ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ് മീൻസ് ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്ഥാപനങ്ങളായിരിക്കും എന്നർത്ഥം. ദാറ്റ് മീൻസ് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് പ്രദേശത്ത് മാത്രമായിരിക്കും. അതല്ലാതെ ഓൾ ഇന്ത്യ ലെവലിലോ ഓൾ കേരള, ഒരു സ്റ്റേറ്റിനകത്ത് മൊത്തമോ ഒരു സംസ്ഥാനത്തിനകത്ത് മൊത്തമോ അതല്ലെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് മൊത്തമോ ഇങ്ങനെ ഒരു വലിയ തോതിലുള്ള ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ടായിരിക്കില്ല. എപ്പോഴും മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് ഏരിയ ആയിരിക്കും. അതുകൊണ്ടാണ് ദേ ആർ ഹൈലി ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്ഥാപനങ്ങളായിരിക്കും. സെക്കൻഡ്, ദേ റിക്വയർ ലെസ് ക്യാപിറ്റൽ. കമ്പാരിറ്റീവ്ലി വലിയ സ്ഥാപനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് ലെസ് ക്യാപിറ്റൽ റിക്വയേർഡ്, കുറച്ച് ക്യാപിറ്റൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഒരു ക്യാപിറ്റലിൻ്റെ കാറ്റഗറൈസേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. MSMEസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ഇൻ ദ കേസ് ഓഫ് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് എന്നും സർവീസ് എൻ്റർപ്രൈസസ് എന്നും. അതിനകത്ത് അതിൻ്റെ ക്യാപിറ്റൽ എത്ര വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇത്രയായിരിക്കണം ഒരു മൈക്രോ എൻ്റർപ്രൈസസിന്, ഒരു സ്മോൾ എൻ്റർപ്രൈസസിന് ഇത്രയായിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ്ലി വലിയ സ്ഥാപനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് കുറച്ച് ക്യാപിറ്റൽ മതി എന്നുള്ളതാണ്. ദേ റിക്വയർ ലെസ് ക്യാപിറ്റൽ. തേർഡ്, ദേ ആർ ഫണ്ടമെൻ്റലി ലേബർ ഇൻറ്റൻസീവ് യൂണിറ്റ്. മിക്കവാറും എല്ലാ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളും ലേബർ ഇൻറ്റൻസീവ് യൂണിറ്റുകളായിരിക്കും. ലേബർ ഇൻറ്റൻസീവ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സ്ഥാപനങ്ങളായിരിക്കും. അതായത് ഹൈലി മെക്കനൈസ്ഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കില്ല എന്നർത്ഥം. ഹൈലി മെക്കനൈസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനങ്ങൾക്കെല്ലാം മിഷനറികൾ സ്ഥാപിച്ച് മിഷനറികൾ മുഖേന പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങളാണ്. എന്നാൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന ഈ കാറ്റഗറിയിൽ വരുന്ന ചെറുകിട വ്യവസായങ്ങൾക്ക് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മിഷനറികളും മറ്റും വാങ്ങിക്കുന്നതിനുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ലേബേഴ്സിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ്, തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് എന്നതാണ്. ദർ ആർ ഫണ്ടമെൻ്റലി ലേബർ ഇൻറ്റൻസീവ് യൂണിറ്റ്സ്. ഫോർത്ത്, ദേ ആർ എലിജിബിൾ ഫോർ ഗവൺമെൻറ് അസിസ്റ്റൻസ് ആൻഡ് കൺസെഷണൽ ഫിനാൻസ് ബൈ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചെറുകിട വ്യവസായങ്ങളെ എപ്പോഴും ഗവൺമെൻറ് അസിസ്റ്റൻസുകൾക്കൊക്കെ എലിജിബിളാണ്. ചെറുകിട വ്യവസായങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒത്തിരി തരത്തിലുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. കാരണം എന്താ, ചെറുകിട മേഖല അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് പ്രൊവൈഡ് ലാർജ് നമ്പർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഒരുപാട് തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞതാണ്, തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന്. ആ രീതിയിൽ തൊഴിലില്ലായ്മ ഒരു പരിധി വരെ പരിഹരിക്കുന്നതിന് വേണ്ടി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ വലിയൊരു റോളാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ടു പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു പ്രൊമോട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒത്തിരി തരത്തിലുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള സഹായങ്ങൾക്ക് എലിജിബിളാണ് എന്നുള്ളതാണ് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. അതുപോലെ തന്നെ ആൻഡ് കൺസെഷണൽ ഫിനാൻസ് ബൈ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ ബാങ്കുകളിൽ നിന്നും, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും ഒത്തിരി തരത്തിലുള്ള ഫിനാൻഷ്യൽ കൺസെഷൻസ് ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കൺസെഷൻ മീൻസ് സബ്സിഡികൾ, ഇൻസെൻറ്റീവ്സ്, ഇതൊക്കെയാണ് കൺസെഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു
ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് ഒരു ചെറുകിട വ്യവസായം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും രൂപ സബ്സിഡി ലഭിക്കും. 5 ലക്ഷം രൂപ മുടക്കി നിങ്ങളൊരു ചെറുകിട വ്യവസായം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചടക്കുമ്പോൾ 4 ലക്ഷം രൂപ തിരിച്ചടച്ചാൽ മതി. ഈ രീതിയിലുള്ള കൺസെഷനുകൾ കിട്ടും. ഓക്കെ, സബ്സിഡീസ്, ഇൻസെൻറ്റീവ്സ്, ഇതാണ് അത്. അത്തരത്തിലുള്ള ഒത്തിരി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. സോ ടു പ്രൊമോട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. സിഡ്ബി, സിഡ്കോ, KFC, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, NSIC, ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ, കിൻഫ്ര, അല്ലേ, ഇത്തരത്തിലുള്ള ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസെഷണൽ ഫിനാൻസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് തുടങ്ങുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് 4th ക്യാരക്ടർ. ദെൻ 5th, they can be easily established without much legal formalities. ഇത്തരത്തിലുള്ള ചെറുകിട സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് കൂടുതൽ ലീഗൽ ഫോർമാലിറ്റീസ് ഇല്ല. ഒരു വൻകിട വ്യവസായം നമ്മൾ ആരംഭിക്കണമെങ്കിൽ അതിനൊരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി പേപ്പർ വർക്കുകൾ ചെയ്യണം, അല്ലേ? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അല്ലേ? ഇത്തരത്തിലുള്ള ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒത്തിരി തരത്തിലുള്ള പേപ്പർ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഒരു ചെറുകിട വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി ഇത്ര വലിയ ലീഗൽ ഫോർമാലിറ്റീസ് ഇല്ല. ഇൻ ഓർഡർ ടു കമ്പയർ, നമ്മൾ പറഞ്ഞല്ലോ വലിയ തരത്തിലുള്ള ഓർഗനൈസേഷൻ, അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരറ്റീവ്ലി ലീഗൽ ഫോർമാലിറ്റീസ് കുറവാണ് എന്നുള്ളതാണ്. എന്ന് വിചാരിച്ച് ചെറുകിട വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി ഒരു ലീഗൽ ഫോർമാലിറ്റി ഇല്ല എന്നല്ല കേട്ടോ. അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ കമ്പാരറ്റീവ്ലി വലിയ സ്ഥാപനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ലീഗൽ ഫോർമാലിറ്റി കുറവാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ 6, they are generally organized and run by individual entrepreneurs. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എപ്പോഴും തുടങ്ങുന്നത് ഇൻഡിവിജ്വൽ എൻ്റർപ്രണേഴ്സാണ്. അത് ഓർഗനൈസ് ചെയ്യുകയും നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത്. അതായത് സോൾ ട്രേഡിംഗ് കൺസേൺ ആയിരിക്കും മിക്കവാറും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ണർഷിപ്പ് ഫേം പോലെയോ അതല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പോലെയോ ഒക്കെ ഒത്തിരി ആളുകളൊന്നും ഉണ്ടായിരിക്കില്ല. സോ നോർമൽ കേസിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് റൺ ബൈ ഇൻഡിവിജ്വൽ എൻ്റർപ്രണേഴ്സ്. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എൻ്റർപ്രണർ മാത്രമായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അതല്ലാതെ പാർട്ണർഷിപ്പ് പോലെയോ അതല്ലെങ്കിൽ നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പോലെയോ ഒത്തിരി ആളുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് 6 പോയിൻറ്റ്സ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MSMEs, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് ഒരു വീഡിയോ ഇതിന് തുടർച്ചയായിട്ട് തന്നെ നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയണം. ഓക്കെ, താങ്ക് യു.